ഗോപാലകൃഷ്ണൻ താങ്കൾ നേരത്തെ പറഞ്ഞു ബോംബ് പൊട്ടിയെന്ന്. ഓക്കെ, പൊട്ടിയെന്നിരിക്കട്ടെ. അപ്പോൾ പൊട്ടിയ ബോംബ് കറക്റ്റ് ആണല്ലോ. നിങ്ങൾ ഈ ദല്ലാൽ നന്ദകുമാറിനെയാണോ ബി ജെ പിയിലെ റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ട് വെച്ചിരിക്കുന്നത്? പുള്ളി റിക്രൂട്ട്മെന്റ് സ്ഥാപനം വല്ലതും നടത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബി ജെ പിയിൽ ആര് വരാനാണെങ്കിലും പോയി ദല്ലാൽ നന്ദകുമാറിനെ കണ്ടാൽ മതിയോ? അങ്ങനെ നിങ്ങൾ ബി ജെ പിയിലേക്ക് ആളെ എടുക്കുന്നത് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണോ? അല്ല, അത് ഈ ബോംബ് പൊട്ടി എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ തന്നെയാണ് ആദ്യം ബോംബ് പൊട്ടി എന്ന് പറഞ്ഞത്, ഞാനല്ല. ഇന്ന് മാത്യു സാമുവൽ എന്ന് പറയുന്ന തെഹൽക്കയുടെ പഴയ ലേഖകൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. അതിനകത്ത് ഇതിനേക്കാൾ വലിയ ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ അഭിലാഷ് അറിഞ്ഞിട്ട് അറിയാത്തത് ഇത് ബോംബ് ആര് പൊട്ടിച്ചു, ആര് ഏൽപ്പിച്ചു, അതൊക്കെ മാറ്റി വെച്ച അപ്പോൾ അതല്ല, അത് കണ്ടാൽ മതി. അപ്പോൾ അതിനകത്ത് അദ്ദേഹം വളരെ ചില കൃത്യമായ ചില തീയതി വരെ വെച്ചിട്ട് പറയുന്നുണ്ട്. ഈ നമ്മുടെ കുറച്ച് ദിവസങ്ങളായിട്ട് EP ജയരാജൻ ഏതെങ്കിലും പാർട്ടിയിലൊക്കെ പോകണം, പ്രത്യേകിച്ച് BJPയുമായിട്ടുണ്ടാക്കിയിട്ടുള്ള ധാരണകളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയേണ്ടത്. എനിക്കറിയില്ല, ഇതിനകത്തെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ഈ ഡീറ്റെയിൽസൊക്കെ നിങ്ങളെപ്പോലത്തെ മാധ്യമപ്രവർത്തകരാണ് വെളിവിടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അനിൽകുമാർ 2024 ആകുമ്പോഴേക്കും അനിൽകുമാർ ദല്ലാൽ നന്ദകുമാറിനെ കാണുമോ ഇല്ലയോ എനിക്ക് പറയാൻ പറ്റില്ല. കാണാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് പടവലങ്ങ പോലെ താഴേക്ക് പോവല്ലേ CPM, ഉപ്പ് വെച്ച കലം പോലെ ഇല്ലാതാവുമല്ലേ. അപ്പോൾ 4 സീറ്റിന് വേണ്ടി മരപ്പട്ടിയാണോ മോശമല്ലേ? ഈ അനിൽകുമാറിനെ പോലെയൊക്കെയുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളൊക്കെ മരപ്പട്ടിയും ഈനാമ്പച്ചിയൊക്കെ ആയിട്ട് നടക്കുന്നത് ഒരു സങ്കടമല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ദല്ലാൽ നന്ദകുമാറിനെയൊക്കെ സമീപിക്കായിരിക്കും. എല്ലായിടത്തും ദല്ലാൽമാരൊക്കെ ഉണ്ടാവുമെന്ന് അതൊന്നും നമുക്ക് പറഞ്ഞുകൂടാ, ആരെവിടെ എന്താന്നൊക്കെ. പക്ഷേ 2-3 കാര്യങ്ങൾ താങ്കൾ ചോദിച്ചതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് മിസ്റ്റർ അനിൽകുമാർ പറഞ്ഞതാണ്. എന്താ അനിൽകുമാർ പറഞ്ഞത്? നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. പിന്നെ നിങ്ങൾ ആരെ പ്രധാനമന്ത്രിയാക്കാനാണ് മത്സരിക്കുന്നത്? അതും കൂടി പറയാം. പോസിറ്റീവ് അല്ലേ രാഷ്ട്രീയം? ഈ തുടക്കത്തിൽ തന്നെ അഭിലാഷ് പറഞ്ഞത് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കാമെന്നാണ്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് പറയാം, ആരെ പ്രധാനമന്ത്രിയാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്? നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം. ശരി, എനിക്കത് വിരോധമില്ല. പക്ഷേ ആരായിരിക്കണം പ്രധാനമന്ത്രി? നിങ്ങൾ 10% പോലും മത്സരിക്കാത്ത നിങ്ങളുടെ പ്രധാനമന്ത്രി പദം ആരാ? ഇത് ഇന്നയാളാണ് ഞങ്ങൾ പ്രധാനമന്ത്രി എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ തമിഴ്നാട്ടിൽ പറയുന്നുണ്ട്, നിങ്ങൾ കർണാടകയിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഡൽഹിയിൽ പറയുന്നുണ്ട്, നിങ്ങൾ ത്രിപുരയിൽ പറയുന്നുണ്ട്, നിങ്ങൾ ബംഗാളിൽ പറയുന്നുണ്ട്. എന്തിനാ ഈ പാവപ്പെട്ട മലയാളികളെ പറ്റിക്കുന്നത്? എന്തിനാണ് ഈ നാട്ടിലെ മലയാളികളെ നിങ്ങളിങ്ങനെ അജ്ഞരാക്കുന്നത്? എന്തിനാണ് നിങ്ങൾ മലയാളികളെ വഞ്ചിക്കുന്നത്? ഇവിടെയൊക്കെ നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനി രാഹുൽ ഗാന്ധിയാണ്. ബംഗാളിൽ രാഹുൽ ഗാന്ധിയല്ലേ പ്രധാനമന്ത്രി? ത്രിപുരയിൽ രാഹുൽ ഗാന്ധിയല്ലേ പ്രധാനമന്ത്രി? കർണാടകയിൽ രാഹുൽ ഗാന്ധിയല്ലേ പ്രധാനമന്ത്രി? തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയല്ലേ പ്രധാനമന്ത്രി? പിന്നെ കേരളത്തിൽ വരുമ്പോൾ മാത്രം BJPയെ ഇല്ലാതാക്കാനാണ് എന്ന നെഗറ്റീവ് പറഞ്ഞിട്ട് എന്തർത്ഥമാണ് ഉള്ളതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ 2-3 ചോദ്യം ഒന്ന് പെട്ടെന്ന് ഞാൻ തീർക്കാം. രണ്ടാമത്തെ കാര്യം നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇവിടെ CPMന് വോട്ട് ഈ ഭരണത്തെ ചൊല്ലി കിട്ടാനുള്ള സാധ്യതയില്ല. ശരിയാണ് അദ്ദേഹം പറഞ്ഞത്, വളരെ കറക്റ്റാണ്. ആൻറ്റി ഇൻകംബൻസി വളരെ ശക്തമായി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ല മിസ്റ്റർ, ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പാണോ ലോക്സഭാ തെരഞ്ഞെടുപ്പാണോ എന്നുള്ളത് ജനങ്ങൾ കൃത്യമായിട്ട് നോക്കും. അവിടെ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം എന്നും കൂടി ജനം ചിന്തിക്കുന്നില്ലേ? നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം? പിണറായി വിജയനെ താഴെ ഇറക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ പിണറായി വിജയൻ രാജിവെക്കുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞാൽ അർത്ഥമുണ്ട്. നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ നിങ്ങൾ അവിടെ 40 സീറ്റിനു വേണ്ടി CPMുമായി ഗുസ്തി പിടിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ CPMുമായി ധാരണയുണ്ടാക്കിയിട്ട് നിങ്ങൾ ഡൽഹിയിൽ 40 സീറ്റിന് വേണ്ടി ശ്രമിക്കും. അല്ലാതെ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ ഒരു ഗുണമുണ്ട്. അതെന്താ? അത് രാഹുൽ ഗാന്ധി പറഞ്ഞു, റീഡിസ്ട്രിബ്യൂഷൻ. ആ റീഡിസ്ട്രിബ്യൂഷൻ എന്താ? നിങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, ഇൻഹെറിറ്റൻസ് ടാക്സ്, ഇതൊക്കെ നിങ്ങൾ കൊണ്ടുവരുന്ന പുതിയ പരിപാടിയാണ്. ആ പുതിയ പരിപാടി അനുസരിച്ച് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞാൽ അത് അർബൻ നെക്സൽസ് കൊണ്ടുവരുന്നതാണ്. അതായത് ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് ഇല്ലാത്തവന് കൊടുക്കുക. ആശയമൊക്കെ കൊള്ളാം. ഞാൻ കഷ്ടപ്പെട്ടില്ല, ഞാനൊന്ന് പറഞ്ഞ് തീർത്ത പെട്ടെന്ന് അവർ രണ്ടുപേരും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയില്ല. ഒരൊറ്റ ഒരു വാക്കും കൂടി പറയാം. ഒരു വാക്കും കൂടി ഒന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. എന്താ അറിയോ? അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ചോദ്യം, സുരേഷ് ഗോപി എന്തിനാണ് അരമനകളിൽ പോയിട്ട് സുരേഷ് ഗോപി കാണുന്നത്? സുരേഷ് ഗോപി കാണുമ്പോൾ മണിപ്പൂരിനെ പറ്റി പറയില്ലേ? സാർ, സുരേഷ് ഗോപി കാണുമ്പോൾ മണിപ്പൂരിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് കോൺഗ്രസിന് എന്താ പറയുക, ഇതെല്ലാം കോൺഗ്രസിന് മാത്രം അവകാശപ്പെട്ടതാണ് അരമന.
കോൺഗ്രസിന് മാത്രം അവകാശപ്പെട്ടതാണ് ബിഷപ്പ് ഹൗസ് എന്നൊന്നും പറയല്ലേ. അങ്ങനെയാണെങ്കിൽ ബിഷപ്പ് ഹൗസിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ നിങ്ങൾ വരണം. നിങ്ങൾ പാലാ അരമനയിൽ വന്നില്ലല്ലോ. ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികൾ പാലാ അരമനയിലേക്ക് വലിയ പ്രക്ഷോഭം നടത്തിയപ്പോൾ നിങ്ങൾ എവിടെ പോയി? ഒളിച്ചോടി പോയില്ലേ? അവിടെ സുരേഷ് ഗോപിക്ക് പോകാനുള്ള അവകാശമേ ഉള്ളൂ. സുരേഷ് ഗോപി കൃത്യമായി മറുപടി പറയുന്നുണ്ട്. മണിപ്പൂരിൽ 1948 ഇന്ത്യ ഭരിച്ചത് കോൺഗ്രസ്സാണ്. അന്ന് മരിച്ചത് എത്രയാ? 1968 മരിച്ചത് എത്രയാ? 73 മരിച്ചത് എത്രയാ? 93 മരിച്ചത് എത്രയാ? 1993 ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത്. ആ ഉത്തരങ്ങൾ കൃത്യമായി പറയും. അന്ന് ഭരിച്ചതും കോൺഗ്രസ് ആണ്. അന്ന് മരിച്ചു, ജനങ്ങൾ മരിച്ചു. അവിടെ കോൺഗ്രസ് ആണ് അന്ന് ഭരിച്ചത്. ഈ ഉത്തരങ്ങളൊക്കെ ഞങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. പിന്നെ സുരേഷ് ഗോപിക്ക് പോകാൻ എന്താ അവകാശം? മിസ്റ്റർ, നാണം വേണം അങ്ങനെ പറയാൻ. ചാമക്കാരെ പോലെ ഒരാൾ അങ്ങനെ പറയുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല. മോശമായി പോയി അങ്ങനെ പറയാൻ. ഒരു സ്ഥാനാർത്ഥിക്ക് എല്ലായിടത്തും പോകാൻ അവകാശമുണ്ട്. അത് സുരേഷ് ഗോപിക്ക് പോകാൻ എന്താ അവകാശം എന്ന് ചോദിക്കുന്നത് ഈ സുരേഷ് ഗോപി ഏറ്റവും ബാലിശമായ എല്ലായിടത്തും പോയി വോട്ട് ചോദിക്കട്ടെ. എനിക്ക് നേരത്തെ ചോദിച്ച ചോദ്യം ശ്രീ ഗോപാലകൃഷ്ണൻ, BJP ഇങ്ങനെ റിക്രൂട്ടിംഗ് ഏജൻസി വഴിയാണോ ആളെ എടുക്കുന്നതെന്ന് ചോദിച്ചല്ലോ. നിങ്ങളുടെ കേരളത്തിലെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറോട് നന്ദകുമാറിനെ അറിയുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചത് വിച്ച് നന്ദകുമാർ, ഐ ഡോണ്ട് നോ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ പുറത്തു വരുന്നത് ഇവിടെ വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയിട്ട് നന്ദകുമാറും ഇദ്ദേഹം കൂടി ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്യുന്ന BJP സംസ്ഥാന കമ്മിറ്റിയുടെയോ നിങ്ങളുടെ മറ്റ് ഭാരവാഹികളുടെയോ അല്ലെങ്കിൽ നിങ്ങൾ ഏർപ്പാടാക്കിയ കാറിലോ ഒന്നുമല്ല. നന്ദകുമാർ കാറിൽ കയറ്റിയിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നതാണ് കണ്ടത്. അപ്പോൾ ഇവർ തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ് എന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ നോക്കി കഴിയുമ്പോൾ ഈ പറഞ്ഞ നന്ദകുമാർ കുറേ പേര് പറയുന്നു. മുരളീധരന്റെ പേര് പറഞ്ഞു, രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞു, PK കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പറഞ്ഞു, EP ജയരാജന്റെ പേര് പറഞ്ഞു, K സുധാകരന്റെ പേര് പറഞ്ഞു. അങ്ങനെ ഈ അപ്പുറത്തുള്ള നേതാക്കളെ ഒക്കെ പോയി ചാക്കിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ നന്ദകുമാറിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ? അതിലൊരു ചെറിയ ഉത്തരം പറഞ്ഞാൽ എനിക്ക് ശ്രീ അനിൽകുമാറിനോട് ചോദിക്കായിരുന്നു അവരുടെ കൂട്ടത്തിൽ നിന്ന് ആരൊക്കെ പോകുന്നു. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. BJPയിലേക്ക് വരാൻ ധാരാളം ആളുകൾ പലരും വഴിയും ശ്രമിക്കുന്നുണ്ട്. ഞാൻ വഴി ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ വഴി BJPയിലേക്ക് വരാൻ ശ്രമിച്ച ആളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അഭിലാഷ ഞെട്ടും. എന്നാ പറഞ്ഞോ, മനസ്സിലായി. പക്ഷെ ഞാനത് പറയണ്ട എന്ന് തീരുമാനിച്ചിട്ടാ. വേണ്ടാന്ന് ഒരിക്കൽ ഞാൻ താങ്കളോട് പറഞ്ഞല്ലോ, അത് ഞാൻ പറയില്ല എന്ന്. പലരും വഴിയും BJPയിലേക്ക് വരാൻ പല നേതാക്കന്മാരും ശ്രമിക്കുന്നുണ്ട്. കാരണം എന്താ? മുങ്ങുന്ന കപ്പലിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ജനങ്ങൾ ശ്രമിക്കും. മുങ്ങുന്ന കപ്പലാണ് ഈ ഇടതും വലതും. അതിൽ നിന്ന് പോകാൻ പലരും ശ്രമിക്കും. ഒരു മുൻ മന്ത്രിയടക്കം ഞാനുമായി സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളിതൊന്നും അങ്ങനെ ചാടിക്കേറിയിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ശോഭാ സുരേന്ദ്രനെ കൊണ്ട് അത് പറയിപ്പിച്ചതാ, വായിൽ കൈയിട്ട് പറയിപ്പിച്ചതാ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അവർ തമ്മിൽ നടക്കട്ടെ. അതെനിക്ക് അറിയാത്ത കാര്യമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ മുങ്ങുന്ന കപ്പലിൽ നിന്ന് ആള്